പിന്നെ ഇപ്പൊ പറയേണ്ട പ്രോജക്ട് ഏതാണ്? അതിന് പുറകെ ഹാംസ്റ്റർ വന്നു. ഹാംസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ, അല്ല അത് ഡ്രോപ്പ് കൊടുത്ത പോട്ടെ. ഹാംസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി യൂസർ ഇൻഫ്ലക്സ്. അയ്യോ, 800 ബില്യൺ FDV ഇറങ്ങിയിട്ട് ഇടിഞ്ഞ് മണ്ണിന്റെ അടിയിൽ പോയി 2 വരെറ്റും പോയി. 008 ഇറങ്ങിയിട്ട് 002 വരെ പോയിട്ട് പിന്നെ തിരിച്ചിറക്കാം. എന്നിട്ട് എന്താണ് ഇപ്പൊ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ വന്നില്ലേ, അപ്പൊ യൂസേഴ്സിന്റെ എണ്ണം കൂടി, പക്ഷെ ആ ഒരു ഡിമാൻഡ് കീപ്പ് ചെയ്യണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇത്രയും പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ട് ഇല്ല. ഒരു പ്രോജക്റ്റും അങ്ങനെ നമുക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് അതിന്റെ ബാക്കിയിട്ട് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഹാംസ്റ്റർ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന്. കുറെ പേർക്ക് കിട്ടിയില്ല, കുറെ ഇൻഫ്ലുവൻസേഴ്സിന് നല്ലപോലെ വാരിക്കോരി കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇനി വന്ന പ്രോജക്ട് ഏതാണ്? മേജർ അതേമാതിരി മേജർ അൺനോൺ ക്രൈറ്റീരിയ. പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡ് തുടങ്ങുന്നത്. നമുക്കിപ്പം ഒരു സ്ക്വാഡ് ലീഡർ, നമ്മളൊരു സാധാരണ സ്ക്വാഡ് തുടങ്ങിയിട്ട് 2-3 ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു 200 ടോക്കൺ വെച്ച് ചുമ്മാ കൊടുത്തു. ട്രാൻസാക്ഷൻ ചെയ്തവർക്ക് കൊടുത്തു.